പ്രൈസ് ദി ലോർഡ്. ഞാൻ ബിയൽറാം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സെലിൻ മൈക്കിൾ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കുനിയാനും നീരാനും ഒന്നും പറ്റിയില്ലായിരുന്നു. കാലിനും മുട്ടിനുമൊക്കെ വേദന, നടുവിന് വേദന, നടുവിൻ്റെ നട്ടലകന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി ഒരു വർഷത്തിൽ കൂടുതൽ നടക്കുകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ആയി ദൈവം എന്നെ കരം പിടിച്ച് നടത്തുന്നു. പിന്നെ ഇവിടെ നിന്ന് ധ്യാനം കൂടിയതിന് ശേഷം ഇപ്പോൾ എനിക്ക് കുനിയുന്നതിനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഞാൻ ഓക്സിജൻ വിഷയം വെച്ചാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ദിവസമായിട്ടും എനിക്കൊരു കുഴപ്പമില്ല. ഞാനിവിടെ വന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചു, എനിക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. 119 സങ്കീർത്തനം 71 വാക്യം പറയുന്നു, രോഗങ്ങളിലൂടെ കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ധ്യാനം കൂടി ഒത്തിരി വചനം കേൾക്കുവാനും നന്നായി ഒന്ന് ഉപസാരിക്കുവാനും ഞാൻ ഓർത്തത്, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തെങ്കിലും ഇവിടെ വന്ന് വചനം കേട്ടപ്പം എനിക്ക് മനസ്സിലായി കർത്താവിന് എന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നുവെന്ന്. അതുപോലെ ആ വചനങ്ങൾ കേൾക്കുവാനും ഇനി ഇവിടെ വചനം പറഞ്ഞതുപോലെ ഹബക്കൂക്ക് പ്രവാചകൻ 3:17 പറയുന്നു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരി ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാൽ ഞാൻ കർത്താവിന്